ഒരു പുതിയ വർഷം ഓൾവേസ് ഒരു ഹോപ്പാണ് അല്ലേ? എക്സ്പെക്റ്റേഷനാണ്, സന്തോഷമാണ്, റീജനുവേഷനാണ്. ഒരുപാട് ഹാർഡ് വർക്ക്സും ഡ്രീംസും ഗോൾസും ഹോപ്പും ഒക്കെ ചേർന്ന് എന്തൊക്കെയോ നമുക്ക് വരാൻ പോകുന്നു. എന്തിനൊക്കെയോ വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പിലാണ് നമ്മളെല്ലാവരും. ഒരു പുതിയ വർഷം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഓൾവേസ് എല്ലാവരും ഒരുപാട് പുതിയ ഹാബിറ്റ്സ് ലൈഫിലേക്ക് ആഡ് ചെയ്യും. അതുപോലെ തന്നെ ഒരുപാട് വേണ്ടാത്ത ഹാബിറ്റ്സ് ലൈഫിൽ നിന്ന് കട്ട് ചെയ്യും. നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന, നമ്മുടെ ഗ്രോത്തിനെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലുള്ള ഹാബിറ്റ്സൊക്കെ പലരും കട്ട് ചെയ്യും. പല റെസൊല്യൂഷൻസും എടുക്കും ഈ ഒരു ടൈമിൽ. പക്ഷേ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഒരേ ഒരു ഹാബിറ്റിനെ കുറിച്ചാണ്. നിങ്ങളുടെ ലൈഫ് തന്നെ ചേഞ്ച് ചെയ്യുന്ന ഒരേ ഒരു ഹാബിറ്റിനെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. So before moving to the video, let me introduce myself. I am Akhila. By profession, I am a life coach and a success coach. ഗ്രോത്ത് റിലേറ്റഡ് വീഡിയോസ് ആണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. നിങ്ങൾക്കത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കിത് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ആൻഡ് ഓൾസോ ഏതെങ്കിലും തരത്തിലുള്ള കോച്ചിങ് സെഷൻസ് അറ്റൻഡ് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പ്ലീസ് വാട്സ്ആപ്പ് മീ. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. കുറച്ചധികം ആളുകൾ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്ന ആളുകളാണ്. മറ്റുള്ളവർക്ക് വേണ്ടി എന്തും ചെയ്യാൻ അവർ റെഡിയാണ്. അവരുടെ കാര്യങ്ങൾ നല്ല രീതിയിൽ ടേക്ക് കെയർ ചെയ്യും. ആൻഡ് ദേ ഡു ദെയർ ബെസ്റ്റ്. അവർക്ക് വേണ്ടി അവരെ സക്സസ് ആക്കാൻ, അവരെ സന്തോഷിപ്പിക്കാൻ, അവരെ ടേക്ക് കെയർ ചെയ്യാൻ ഏതറ്റം വരെയും പോയി കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നവർ. ആൻഡ് അതിൻ്റെ ഭാഗമായിട്ട് അവരുടെ ലൈഫ് ഒരുപാട് ചേഞ്ച് ആവും. അവർ നല്ല രീതിയിലെത്തും. അവർക്ക് ഒരുപാട് ചേഞ്ചസ് ഉണ്ടാവും. അവർക്ക് അവരുടെ ലൈഫിൽ നല്ല റിസൾട്ട് ഉണ്ടാവും. പക്ഷേ എൻഡ് ഓഫ് ദ ഡേ ഇതിൻ്റെയൊക്കെ അവസാനം ഈ ചെയ്തു കൊടുക്കുന്ന കൂട്ടം ആളുകളുണ്ടല്ലോ, ഗ്രൂപ്പ് ഓഫ് ആളുകൾ, അവർ അവരുടെ ലൈഫിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടാവും. അവരവരുടെ ഡെയിലി ലൈഫ് എങ്ങനെയെങ്കിലും തള്ളി നീക്കാൻ വേണ്ടി തന്നെ അവർ ബുദ്ധിമുട്ടുന്നവരായിരിക്കും. ഇത്രയും ബുദ്ധിമുട്ടുകൾ സ്വന്തം ലൈഫിൽ വെച്ചുകൊണ്ടാണ് ഈ മറ്റുള്ളവരെ ഹാപ്പി ആക്കാനും മറ്റുള്ളവരുടെ കാര്യത്തിനും അവർക്ക് വേണ്ടി എന്തും അവർ ചെയ്യാൻ റെഡിയായിട്ട് നടക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കായി ഞാനൊരു ഹാബിറ്റ് ഇവിടെ റെക്കമെൻഡ് ചെയ്യുകയാണ്. വളരെ സിമ്പിളായിട്ടുള്ളൊരു ഹാബിറ്റാണ്. സിമ്പിൾ ഹാബിറ്റ് ഓഫ് ഷോയിങ് അപ്പ്. സിമ്പിളാണ്, ബട്ട് ഓഫ് കോഴ്സ് നോട്ട് ഓൾവേസ് ഈസി. ഇത് നിങ്ങളുടെ ലൈഫ് തന്നെ ചേഞ്ച് ചെയ്യുന്ന ഒരു ഹാബിറ്റാണ്. നിങ്ങളെ തന്നെ ഷോപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഡെയിലി ലൈഫിൽ റെഗുലറായിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഓരോ ചാൻസിലും ഓരോ ഒക്കേഷനിലും നിങ്ങളെ തന്നെ ഷോപ്പ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾക്ക് ചുറ്റുമുള്ള പല കാര്യങ്ങളും മാറും ഈ ഒരു ഹാബിറ്റ് നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ. നമുക്ക് ചുറ്റുമുള്ള പല സക്സസ് ആയിട്ടുള്ള ആളുകളുടെ ലൈഫ് നിങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ അറിയാൻ കഴിയും, അവർക്ക് ഈ ഒരു ഹാബിറ്റ് ഉണ്ട്. അവരവരുടെ ഡെയിലി ലൈഫിൽ അവർക്ക് വേണ്ട കാര്യങ്ങൾ അവർ ഷോപ്പ് ചെയ്തുകൊണ്ടേയിരിക്കും. അവർക്ക് ഏതൊരു ഏരിയ ആണ് ബെറ്റർ ആക്കേണ്ടത്, അവരിൽ എന്ത് ക്വാളിറ്റിയാണ് അവർ ഇമ്പ്രൂവ് ചെയ്യേണ്ടത്, അത് നോക്കിയിട്ട് അവരിലേക്ക് തന്നെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അതനുസരിച്ചുള്ള ഓരോ സിറ്റുവേഷൻസ് എവിടെയൊക്കെ അവർക്ക് അവസരങ്ങൾ കിട്ടുന്നുണ്ട് അതിലെല്ലാത്തിലും അവരവരെ തന്നെ ഷോപ്പ് ചെയ്തുകൊണ്ടേയിരിക്കും. അവർക്ക് പലപ്പോഴും മടുപ്പ് തോന്നിയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ടാകും. അവർക്ക് പലപ്പോഴും അവർ ചെയ്യുന്ന കാര്യങ്ങളിൽ റെപ്യൂട്ടേഷൻസ് ഫീൽ ചെയ്തിട്ട് ബുദ്ധിമുട്ടിയിട്ടുണ്ടാകും. മറ്റുള്ളവർ അവരെ ക്രിട്ടിസൈസ് ചെയ്ത് അവരെ സങ്കടപ്പെട്ടിട്ടുണ്ടാകും. ബട്ട് അവരെ സ്റ്റോപ്പ് ചെയ്തിട്ടില്ല ഇതിൽ നിന്നൊന്നും. അവർ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരുന്നു. അവരെ ഷോപ്പ് ചെയ്തുകൊണ്ടേയിരുന്നു. എൻ്റെ അടുത്ത് വരുന്ന പല ക്ലയൻസിനോടും ഞാൻ പറഞ്ഞു കൊടുക്കുന്നൊരു കാര്യമാണ്, ഡെയിലി ലൈഫിൽ നിങ്ങൾ എവിടെയൊക്കെ ഷോപ്പ് ചെയ്യാൻ പറ്റും അതെല്ലാം നിങ്ങൾ മാക്സിമം ചെയ്യാന്നുള്ളത്. നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾക്ക് ചുറ്റുമുള്ള പല കാര്യങ്ങളും മാറും. നിങ്ങൾക്ക് ചെയ്യാനുള്ള പേടി മാറും, നിങ്ങളുടെ കോൺഫിഡൻസ് അപ്പാക്കും, നിങ്ങളുടെ റെസിലിയൻസ് കപ്പാസിറ്റി കൂടും എന്ന് വേണ്ട ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് ഈ ഒരു ഹാബിറ്റ് ലൈഫിലേക്ക് കൊണ്ടുവരാണെങ്കിൽ. ഇനി നമുക്ക് എങ്ങനെ ഈ ഒരു ഹാബിറ്റ് കൊണ്ടുവരാമെന്ന് നോക്കാം. ഹൗ ടു ബിൽഡ് ദ ഹാബിറ്റ് ഓഫ് ഷോയിങ് അപ്പ്. ഇതിനു വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ഇൻറ്റൻഷൻ സെറ്റ് ചെയ്യാം. ഏതെങ്കിലും ഒരു ഏരിയ എടുക്കാം. നിങ്ങൾക്ക് ഒരുപാട് ഏരിയാസ് ഉണ്ടാവും, പലതും നിങ്ങൾക്ക് ബെറ്റർ ആക്കണം എന്നുണ്ടാവും. അതിലേതെങ്കിലും ഒരു ഏരിയ നിങ്ങൾ എടുക്കാം. ആ ഒരു കാര്യത്തിൽ നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് എവറി ഡേ നിങ്ങളെ തന്നെ ഷോപ്പ് ചെയ്യാൻ ആക്ഷൻ എടുത്തുകൊണ്ടേയിരിക്കാം. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങളുടെ സറൗണ്ടിങ്സ് ഒന്ന് ക്ലീൻ ചെയ്യണമെന്ന് നിങ്ങൾക്കുണ്ട്. അതിനുവേണ്ടി മന്ത്ലിയോ വീക്ക്ലിയോ ഒരു ദിവസം വെക്കാതെ ഡെയിലി ലൈഫിൽ ജസ്റ്റ് ഒരു 10-20 മിനിറ്റ്സ്, മാക്സിമം ഒരു 10-20 മിനിറ്റ്സ് എടുത്തുകൊണ്ട് നിങ്ങൾക്കതിൽ വർക്ക് ചെയ്യാം. നിങ്ങളുടെ കബേർഡ് നിങ്ങൾക്ക് ക്ലീൻ ചെയ്യാം, നിങ്ങളുടെ വാർഡ്രോബ്സ് നിങ്ങൾക്ക് ക്ലീൻ ചെയ്യാം, നിങ്ങളുടെ വർക്ക് സ്പേസ് നിങ്ങൾക്ക് ക്ലീൻ ചെയ്യാം, അതുപോലെ തന്നെ നിങ്ങളുടെ ഇൻബോക്സ് നിങ്ങൾക്ക് ക്ലീൻ ചെയ്യാം. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഡെയിലി ബേസിൽ തന്നെ നിങ്ങൾക്ക് കളയാം. ഈവൻ നിങ്ങളുടെ ഇൻബോക്സ് എടുത്ത് നോക്കിയാൽ പോലും ഒരുപാട് മെയിൽസ് വന്ന് കുന്നുകൂടി കിടപ്പുണ്ടാവും.
അതിൽ നിങ്ങൾക്ക് വേണ്ടാത്ത മെയിൽസ് എല്ലാം നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം. ഇതുപോലെ തന്നെയാണ് നിങ്ങളുടെ എല്ലാ ഏരിയ എടുത്ത് നോക്കുമ്പോൾ നിങ്ങളുടെ സറൗണ്ടിങ്സ് ക്ലീൻ ആണെന്നെങ്കിൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് എന്തെന്നില്ലാത്തൊരു എനർജി ആയിരിക്കും ഉണ്ടാവുന്നത്. അതൊരു ഏരിയ മാത്രം. ദിസ് ഇസ് ജസ്റ്റ് എൻ എക്സാമ്പിൾ. ഡെയിലി എടുക്കുന്ന ഒരു 10 മിനിറ്റ് ഈ ഒരു ആക്ഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോലും അറിയാതെ ഇത് നിങ്ങളുടെ ഒരു ഹാബിറ്റായിട്ട് മാറും. ഇവിടെ നിങ്ങളെ തന്നെ ഷോപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇങ്ങനെയുള്ള ഒരാളായി മാറുകയാണ്, ഇതെൻ്റെ ഒരു ലൈഫിൻ്റെ ഒരു ഹാബിറ്റായി ഞാൻ മാറുകയാണ്. ഇതിനെയാണ് ഹാബിറ്റ് ഓഫ് ഷോയിങ് അപ്പ് എന്ന് പറയുന്നത്. ഡെയിലി ബേസിൽ റെഗുലറായിട്ട് എവറി ഡേ നിങ്ങളെ തന്നെ ഷോപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് വേണ്ട ഏത് ഏരിയയിലും നിങ്ങൾക്കിത് ഉപയോഗിക്കാം ഈ ഒരു ഹാബിറ്റ്. ഇറ്റ്സ് നോട്ട് അബൌട്ട് പെർഫെക്ഷൻ, ജസ്റ്റ് സ്റ്റാർട്ട് വിത്ത് ഇൻറ്റൻഷൻ. ഒരു ഇൻറ്റൻഷനോടുകൂടി ഇത് സ്റ്റാർട്ട് ചെയ്യാം നിങ്ങൾക്ക്. നമ്മൾ പലതും മറ്റുള്ളവർക്ക് വേണ്ടി വളരെ കോൺഫിഡൻസോടുകൂടി ചെയ്തു കൊടുക്കും. പക്ഷേ നമുക്കെന്തെങ്കിലും ചെയ്യാൻ വേണ്ടി വരുമ്പോൾ നമുക്ക് ഈ ഒരു കോൺഫിഡൻസ് ഉണ്ടാവില്ല. പലപ്പോഴും പേടിയായി പോകാറുണ്ട്. കോൺഫിഡൻസ് ഉണ്ടാവില്ല, കറേജ് ഉണ്ടാവില്ല, ഒന്നും ചെയ്യാനുള്ളൊരു എനർജി ഉണ്ടാവില്ല. ഇതൊക്കെ നിങ്ങൾക്ക് ബെറ്റർ ആക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ഹാബിറ്റ് നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരാം. അതായത് നിങ്ങൾക്ക് എന്ത് ചെയ്യാനാണോ പേടി, മേ ബി നിങ്ങൾക്ക് ആരോടെങ്കിലും ഒന്ന് സംസാരിക്കാനാണോ പേടി, അത് നിങ്ങൾ സംസാരിച്ച് തന്നെ കൊണ്ടുവരാം. നിങ്ങളെ തന്നെ ഷോപ്പ് ചെയ്യുക. നിങ്ങൾക്ക് എവിടെയൊക്കെ ഒരു അവസരം കിട്ടുന്നുണ്ട് അവിടെ നിങ്ങൾ പതിയെ സംസാരിച്ച് തുടങ്ങുക. ഡെയിലി ലൈഫിൽ ചെയ്യുന്ന ചെറിയ ചെറിയ ആക്ഷൻസിന് വലിയ മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരാൻ പറ്റും. എനിക്ക് റീസെൻ്റ്ലി വന്നൊരു ക്ലയൻറ്റ്, ആളുടെ പ്രശ്നം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ബസ് സ്റ്റോപ്പിൽ പോയി നിൽക്കാൻ പേടിയാണെന്ന് പറഞ്ഞു. മറ്റുള്ളവർ വരെ നോക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് ടെൻഷൻ ആവുമെന്ന് പറഞ്ഞു. എൻ്റെ 2-3 സെഷൻസിന് ശേഷം ഞാൻ അവരോട് പറഞ്ഞു, ഡെയിലി ലൈഫിൽ നിങ്ങളെ തന്നെ ഷോപ്പ് ചെയ്യണം. എന്താണോ നിങ്ങൾക്ക് പേടി അത് നിങ്ങൾ ചെയ്ത് തന്നെ മാറ്റണം എന്ന് പറഞ്ഞു. അങ്ങനെ ആൾ എല്ലാ ദിവസവും ബസ് സ്റ്റോപ്പിൽ പോയി നിൽക്കും. പതിയെ ആ ഒരു പേടി മാറി. ഇപ്പോൾ വളരെ കോൺഫിഡൻസോടുകൂടിയാണ് ബസ് സ്റ്റോപ്പിൽ പോയി നിൽക്കുന്നത്. ഇത് പറയുമ്പോൾ പലർക്കും ഇത് കണക്റ്റ് ആവുന്നുണ്ടാവും. ചെറിയ കാര്യങ്ങളായിരിക്കും നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ പേടിച്ച് മാറി നിൽക്കുന്നത്. എത്ര നാളെന്ന് വെച്ച് നമ്മളിങ്ങനെ മാറി നിൽക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മൾ പേടിച്ചുകൊണ്ടേ ലൈഫ് ലോങ് മുമ്പോട്ട് പോകേണ്ടി വരും. അത് നിങ്ങൾ ഫേസ് ചെയ്യാന്നുള്ളതാണ്. നിങ്ങളത് ഷോപ്പ് ചെയ്യുക, നിങ്ങളെ തന്നെ കാണിക്കുക, നിങ്ങളോട് തന്നെ പ്രൂവ് ചെയ്യുക എനിക്കിത് പോസിബിൾ ആണെന്നുള്ളത്. അതൊരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഹാബിറ്റാണിത്. ഇത് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പുതിയ കാര്യങ്ങൾ നമ്മളോട് തന്നെ പ്രൂവ് ചെയ്യാൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും. ഇത് നിങ്ങളുടെ ലൈഫിൽ ഏത് ഏരിയയിൽ വേണമെങ്കിലും നിങ്ങൾക്കിത് ഉപയോഗിക്കാം. ഫിറ്റ്നസിൻ്റെ കാര്യങ്ങളിൽ ഉപയോഗിക്കാം. ഫിനാൻസ് ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്തു തുടങ്ങാം. അതുപോലെ മെഡിറ്റേഷൻ ചെയ്യാൻ പോസിബിൾ അല്ലാത്ത ആളുകൾക്ക് ജസ്റ്റ് ഒരു 2 മിനിറ്റ് ചെയ്യാം, 3 മിനിറ്റ് തുടങ്ങാം. അങ്ങനെ കൂടുതൽ ടൈമിലേക്ക് നിങ്ങൾക്ക് ചെയ്തു തുടങ്ങാം. അതുപോലെ തന്നെ വലിയ പ്രോജക്ട്സിൻ്റെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിലും ചെറിയ പ്രോജക്ട്സ് എടുക്കുക, ചെയ്ത് തുടങ്ങുക. പുതിയ കാര്യങ്ങൾ പഠിക്കാനാണെങ്കിലും കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കുക. അപ്പോൾ ആദ്യം മുതലേ തന്നെ നിങ്ങൾക്കൊരു ഐഡിയയോടുകൂടി ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു ഹാബിറ്റാണ്. ഡെയിലി ലൈഫിൽ കുറച്ച് ടൈം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഹാബിറ്റിലേക്ക് എത്താൻ പറ്റും, റെഗുലറായിട്ടും കൺസിസ്റ്റൻ്റ് ആയിട്ടും ചെയ്യുകയാണെങ്കിൽ. ഈ ഒരു ഹാബിറ്റിനെ കുറിച്ച് കൂടുതലായി മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. You will see great progress by just showing up regularly. ഈ ഒരു ഹാബിറ്റ് കൊണ്ട് നിങ്ങളുടെ ലൈഫിൻ്റെ ഏത് ഏരിയയിലും നിങ്ങൾക്ക് ചേഞ്ചസ് കൊണ്ടുവരാൻ പറ്റും, ഇൻക്ലൂഡിങ് യുവർ റിലേഷൻഷിപ്സ്, യുവർ കരിയർ, നിങ്ങളുടെ ബിസിനസ്, എന്തിലും നിങ്ങൾക്ക് ചേഞ്ചസ് കൊണ്ടുവരാൻ പറ്റും. സോ ജസ്റ്റ് ട്രൈ ദിസ്. ഏതെങ്കിലും തരത്തിലുള്ള ടോപ്പിക് സജഷൻസ് നിങ്ങൾക്കുണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ് ബിലോ. താങ്ക് യു.